5 വർഷം തുടർച്ചയായി ഭരിച്ചിട്ട്, കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പും തുടർഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 5 വർഷം തികച്ചു ഭരിച്ചിട്ട് വീണ്ടും ഒരു തുടർഭരണം നേടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കൂ, അതിന് മുൻപുള്ള ഇപ്പൊ 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ആ പ്രചാരണത്തെ നയിക്കാൻ രണ്ടുപേരുണ്ടായിരുന്നു. VS ശക്തിയുക്തം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം പിണറായി വിജയനാണ് വരുന്നത് എങ്കിലും. പക്ഷെ 2021 തിരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് പിണറായി വിജയന് അർഹമായ തിരഞ്ഞെടുപ്പ് വിജയമാണ്. അതിന്റെ മുഴുവനും നേതൃത്വം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് അവകാശപ്പെട്ട ഒന്നാണ്. അജയ്യനാണ് വിജയൻ എന്ന് കേരള രാഷ്ട്രീയത്തിൽ എഴുതി ഒപ്പു ചാർത്തിക്കൊണ്ടാണ് തുടർഭരണം പിണറായി വിജയൻ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10-25 വയസ്സിൽ തുടങ്ങിയ പാർലമെന്ററി രാഷ്ട്രീയമാണ് KSYF ഒക്കെ കടന്നു വന്ന് 62 വർഷത്തോളമായിരിക്കുന്നു പാർട്ടി അംഗത്വത്തിന്. ഒരു പുരുഷായുസാണ്. എങ്ങനെയാണ് ഒരു ചരിത്രം എന്നുള്ളത്? ഇപ്പോൾ VSന്റെ ചരിത്രം നമ്മൾ സമാനമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് VS നേരിട്ടതിന് തുല്യമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അല്ല തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും പിണറായി വിജയൻ നേരിടേണ്ടി വന്നു. അദ്ദേഹം എങ്ങനെയാണ് ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്? MLA ആയിരിക്കുമ്പോഴാണ്, അല്ലേ? ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് പോലും ആ പ്രിവിലേജ് ഒന്നും നേടാൻ കഴിയാതെ മർദ്ദനമുറകൾക്കിരയായി പിണറായി വിജയനെ കേരളം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 30കളിലാണ് അത് സംഭവിക്കുന്നത്. അതിനു മുമ്പ് തലശ്ശേരി കലാപകാലത്ത് അദ്ദേഹം മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ടത് എങ്ങനെയാണെന്ന് കേരള രാഷ്ട്രീയം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് രേഖകളിൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് അന്വേഷണ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അന്ന് സ്വീകരിച്ച നിലപാടുകളെ പറ്റി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കോടതി പിക്കറ്റിങ്ങിന്റെ പേരിലോ മറ്റോ പോലീസ് അടിച്ച് കടലിൽ ചാടിച്ചിട്ടുണ്ട് അത്ര. അങ്ങനെ ക്രൂരമായ മർദ്ദനമുറകളെ ഞാൻ അടുത്തു കേട്ട ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ ഈ കേൾക്കുന്ന 30ാമത്തെ വയസ്സിൽ ഈ നിയമസഭയിലേക്ക് ചോര പുരണ്ട വസ്ത്രവുമായി എത്തിയ പിണറായി വിജയൻ അന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള തീക്ഷ്ണതയിലുള്ള മർദ്ദനമായിരുന്നില്ല എന്നുള്ളതാണ്. അനക്കമില്ലാതെ പോയിട്ടുണ്ട് അത്രേ. VS സമാനാനുഭവം പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നിയമസഭാ സാമാജികൻ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു അവസ്ഥ. അതായത് അനക്കമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ പോലും വന്നിട്ടുണ്ടായിരുന്നു അത്ര. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. പിന്നെ നമ്മൾ പിണറായി വിജയനെ കാണുകയാണ്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുന്നു. അതുപോലും നോക്കൂ, VS ആണ് പറയുന്നത് എങ്കിൽ വിജയനാകട്ടെ.